നമ്മുടെ പ്രേക്ഷകരും ജഡ്ജസും നമ്മളെല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടുത്തെ കുട്ടിക്കുറുമ്പുകളുടെ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷമുള്ള നല്ലൊരു ലോകത്തെത്തുകയാണ്, നല്ല പാട്ടിൻ്റെ നല്ല നല്ല ഓർമ്മകളുടെ ഒരു ലോകത്തേക്ക്. അങ്ങനെ വീണ്ടും നിങ്ങളെ ഒരുപാട് സന്തോഷമുള്ള ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ടോപ്പ് സിംഗർ സീസൺ 6 ടീം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് മധു അങ്കിൾ. വെൽക്കം. സൂപ്പർ സോങ്ങുമായിട്ട് നമ്മുടെ എസ്തർ കുട്ടി തൃശൂർ കൊരട്ടിയിൽ നിന്നും എത്തുന്നു. ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് ഓൺ സ്റ്റേജ്. ഹായ്. നല്ല ഭംഗിയുള്ള ഉടുപ്പല്ലേ? നല്ല രസമുണ്ട് കാണാൻ. മഞ്ഞ റോസ് മഞ്ഞ റോസ് ആഹാ, നീ ജനുവരിയിൽ വിരിയുമോ? വിരിയോ? വിരിയും. ജനുവരിയിലാണോ വിരിഞ്ഞ? അല്ല, മെയ്. മെയിലാണ് വിരിഞ്ഞത്. മെയ്യിൽ വിരിയുമോ? മെയിലാണോ? മെയ് മാസം മനസ്സിനുള്ളിൽ ചെപ്പുകിലുക്കാൻ പമ്മി പറക്കും. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു സ്പെഷ്യൽ സന്തോഷം ഇല്ലേ? ഭയങ്കര സന്തോഷം. മഞ്ഞ റോസിനകത്ത് എന്താ കാരണം? ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ടോ? പപ്പ ദുബായ്. ദുബായിൽ നിന്ന് വന്നിട്ട് എന്ത് കൊണ്ടുവന്നു? അതെ, മിഠായും. അല്ല, നമുക്ക് ഞങ്ങൾക്ക് എവിടെ? അല്ല, നമുക്ക് എന്ത് കൊണ്ടുവന്നു? പപ്പ, ഹലോ, വെൽക്കം ടു ടോപ്പ് സിംഗർ. ഹായ്, നമസ്കാരം. ദുബായിൽ എവിടെ? ദുബായില് റോള. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് മോളുടെ പാട്ട്? ടെലിവിഷനിലല്ലേ കേൾക്കണേ? അപ്പൊ എങ്ങനെയുണ്ട്? ഇവള് അങ്ങനെ വലിയൊരു സംഗീത പാരമ്പര്യം ഒന്നുമില്ല ഞങ്ങക്ക്. ഇവള് സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയത്. ഈ സംഗീത പാരമ്പര്യം എന്ന് പറയുന്നില്ലേ, യാതൊരു സംഗീത പാരമ്പര്യം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാനും. അതുകൊണ്ട് അതിൽ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞോട്ടെ. ആദ്യം ടാലന്റ് ആണ്, മോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. അതാണ് നമ്മുടെ ശക്തി, തീർച്ചയായിട്ടും. അപ്പൊ ഈ സപ്പോർട്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ദുബായിൽ നിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്ന് ഈ ഒരു പെർഫോമൻസിന് വേണ്ടി വന്നില്ലേ, അതൊരു സഭാഷാണ് കേട്ടോ. അതിനൊരു നല്ല കൈയടി കൊടുക്കണം. തൊട്ടടുത്ത് ചേച്ചിയാണോ? എന്താ ചെയ്യണേ? ഞാൻ എൻട്രൻസിന് കോച്ചിങ് കഴിഞ്ഞു. അപ്പൊ എസ്തറിന്റെ ഗാർഡിയൻ ഏഞ്ചലാണോ? അങ്ങനെയും പറയാം. വീട്ടിലെങ്ങനെയാണോ? ഓ, ഫ്രണ്ട്സിനെ പോലെ? അല്ല, ആ പറച്ചിൽ എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. അടി അടി. ഓ, നല്ല കൂട്ടുകൾ പറഞ്ഞപ്പോ എനിക്ക് തോന്നി. അടി എന്ന് പറഞ്ഞാൽ സൂപ്പർ അടിയാണോ സൂപ്പർ സുപ്രീം അടിയാണോ? രണ്ടാമത്തെ. ഞാൻ സമാധാനത്തോടെ ടിവിയും വെച്ച് അവിടെ മര്യാദക്ക് ഇരിക്കും. ചേച്ചി വന്ന് എന്നെ ചൊറിഞ്ഞിട്ട് അത് അപ്പൊ ചൊറിയാൻ വരുമ്പോ ഞാൻ മാന്ത് കൊടുക്കും. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് TV റിമോട്ട് എടുത്തിട്ടു. അവിടെ അടിയാവും. അതെങ്ങനെ അടിക്കും? അങ്ങനെ തല്ലൂടും. ചേച്ചി എന്നെ മാന്തും. അത് ശരി. നല്ലോണം തരൂ. രണ്ടുപേരും കൂടെ ചേച്ചിയുടെ വിഷമം. വീട്ടില് സംഘർഷ അവസ്ഥയാണോ? അതെ, അടിയൊക്കെ തീർക്കുന്നത് അമ്മ. TV ഒക്കെ കട്ട് ചെയ്ത് രണ്ടുപേരും TV കാണണ്ട. അതാണ് അമ്മയുടെ ഒരു ഡിപ്ലോമസിയുടെ ഒരു ഭാഗം. അത് എല്ലാ വീട്ടിലും നമുക്ക് കാണാൻ പറ്റും. രണ്ടുപേരും TV കാണണ്ട. ആരോട് പക്ഷപാതം ഒരു ബാലൻസിൽ എത്തിക്കൂടെ? രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട വേഗം കൊണ്ടുപോയി ഞാൻ ഹോസ്റ്റലിലാക്കി. അയ്യോ, അപ്പൊ കുറച്ചൊരു സമാധാനായി. പക്ഷെ എസ്തർ കുട്ടിക്ക് ചേച്ചിയെ മിസ് ചെയ്യുന്നില്ലേ ഹോസ്റ്റലിൽ പോയപ്പോ? ചെറുതായിട്ട്. അതാണ്. അപ്പൊ ഇന്ന് പാട്ട് ഏതാണ്? ഒളിച്ചിരിക്കാൻ. ബാക്കി ഡീറ്റെയിൽസ്. സിനിമ ആരണ്യകം, ഇയർ 1988, ലിറിക്സ് ONV സർ, മ്യൂസിക് രഘുനാഥ് സർ. ഇപ്പൊ എനിക്ക് രഘുനാഥ് സേത്തിനെ പറ്റിയാണ് സംസാരിക്കാനുള്ളത്. പണ്ഡിറ്റ് രഘുനാഥ് സേത്ത്, അതേ ഒരു ഗ്രേറ്റ് ഫ്ലോട്ടിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോ ബാസുരി ഉണ്ടല്ലോ, നമ്മുടെ ബാസുരിയിൽ ഇപ്പൊ നമുക്ക് 8 സുഷിരങ്ങൾ കാണാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന 7ആണ്. നമ്മൾ ബ്ലോ ചെയ്യുന്നത് ഒരു സുഷിരാണ്, ബാക്കി 6 കൂടെ ചേർക്കുമ്പോഴത്തേക്കും 7ആണ്. അങ്ങനെയാണ്. ഇപ്പോൾ 8 കാണാൻ പറ്റും. ബാസുരി ഉണ്ടോ കയ്യിൽ? അതിൽ എത്ര സുഷിരങ്ങളുണ്ട്? 8 ഉണ്ട്. ഈ 8ാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാനുഭാവനാണ് ഈ രഘുനാഥ് സേത്ത്. അതുവരെ 7 മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം ചെയ്തിരുന്ന പറഞ്ഞാൽ ഈ റൈറ്റ് ഹാൻഡിന്റെ ഈ ചെറു വിരലില്ലേ, ആ ചെറു വിരലിൽ വെച്ചിട്ടാണ് ഏറ്റവും ബേസ് ഉള്ള. അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഒന്ന് വായിച്ച് കാണിക്കാം. അത് അതാണ്, കണ്ടില്ലേ? അതാണ് അത്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അദ്ദേഹം ഒരുപാട് ഡോക്യുമെന്ററീസിനും സിനിമകൾക്കും ഒക്കെ സംഗീതം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിൽ നമുക്ക് വലിയ ഭാഗ്യമാണ് അദ്ദേഹം ഈ പാട്ട് ചെയ്തെന്നുള്ളത്. അതെ. അപ്പൊ ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യനാണ്
രഘുനാഥ് സേത്ത്, അദ്ദേഹത്തിനെ പറ്റി ആരും സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിനുള്ള വലിയ കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹത്തെ പിന്തുടർന്നാണ് പിന്നെ ഹരിപ്രസാദ് ചൗരസിയ സാർ ഈ ബാസുരി കൂടുതൽ ആ രീതിയിൽ വായിക്കാൻ തുടങ്ങിയത്. അപ്പൊ നമുക്ക് ഒളിച്ചിരിക്കാം. യെസ്, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടുന്നേ. ഓ, ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. ഇനിയും കിളിമകൾ വന്നില്ലേ. കുഹു, കുഹു. കുഹു, കുഹു, ഞാനും പാടാം, കുയിലേ കൂടെ വരാം. കുഹു, കുഹു, ഞാനും പാടാം, കുയിലേ കൂടെ വരാം. കുറുമ്പു കാട്ടി പറന്നുവോ നീ, നിന്നോട് കൂട്ടില്ല. ഓലേ ഞാലേ പോരൂ, ഓലേ ഞാലേ പോരൂ, നിനക്കൊരു ഞാലിട്ടു തരാം. ഓലോലം ഞാലിപ്പൂവൻ തേൻ കുടിച്ചു വരാം. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. എന്റെ മലർ തോഴികളെ, എന്റെ മലർ തോഴികളെ, മുല്ലേ മുക്കൂത്തേ, എന്തേ ഞാൻ കഥ പറയുമ്പോൾ മോളെ കേൾക്കാത്തോ. തൊട്ടാവാടി നിന്നെ, തൊട്ടാവാടി നിന്നെ, എനിക്കെന്തിഷ്ടമാണെന്നോ. താലോലം നിൻ കവിളിൽ ഞാനൊന്ന് തൊട്ടൂട്ടേ. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ. കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, നൈസ്. എസ്തർ കൂടി, എന്തോ
നന്നായിരുന്നു. താങ്ക് യു. പിന്നെയും നന്നായെന്ന് ചോദിച്ചാൽ പിന്നെയും നന്നായി. താങ്ക് യു. അല്പം കൂടി നന്നാവണ്ടേ എന്ന് ചോദിച്ചാൽ നന്നാവണം എന്നങ്ങൾക്ക് തോന്നുക കേട്ടോ. ഇപ്പൊ ആദ്യം കേട്ടതെന്നും ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തേൻ കുടിച്ചു വരാമെന്ന് പാടിയില്ലേ, അത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. നമ്മൾ എവിടെ പോയി അങ്ങനെ ആ തേൻ കുടിച്ച് വന്ന പോലെയുള്ള ഒരു ഫീൽ ആയിരുന്നുണ്ട്. വെരി ബിഗിനിങ്ങിൽ ഒളിച്ചിരിക്കാം, പണ്ട് നമ്മൾ കൊച്ചുകുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഒളിച്ചിരുന്ന് കളിക്കൂലേ, അപ്പൊ നമ്മൾ ഒളിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് നിഗൂഢമാണ് അല്ലെ, ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പൊ അത് ആദ്യം വളരെ ഹസ്കി ആയിട്ട് പാടും. അതെങ്ങനെ പാടും? ഇപ്പൊ ഞാൻ ഒളിച്ചിരിക്കാം എന്ന് ഞാൻ പറഞ്ഞ അതേസമയം ഒളിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വ്യത്യാസം വരണം. കിളിമകൾ വന്നില്ലേ അതുകൊണ്ടല്ലേ ഋതം തുടങ്ങുന്നത്. എന്തിനാണ് അവിടെ മ്യൂസിക് കമ്പോസർ ഋതം അവിടെ നിന്ന് തുടങ്ങുന്നത്? അതിന്റെ കാരണം എന്താ വെച്ചാ അതുവരെ ഇങ്ങനെ ആയിരിക്കണം, ഹസ്കി, ഈ രഹസ്യമായിരിക്കണം. മേളിലോട്ട് വരുന്നത് ഋതം തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമായിരിക്കണം. അതാണ് മ്യൂസിക് കമ്പോസേഴ്സ് മൈൻഡ് എന്ന് പറയുന്നത്, അതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കുഞ്ഞല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു തരാണ് ഇങ്ങനെയൊക്കെയാണ്, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ പാടാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് സൗണ്ട് വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ പാടാൻ പറ്റുന്ന ആളാരാണ്? അപ്പൊ സൂപ്പറായിട്ട് പാടണേ. എസ്തർ കുട്ടി, എന്തോ ഈ മൂവിയില് ഒരു വികൃതി കുട്ടിയുണ്ട്, അമ്മിണി എന്നാണ് പേര്. അമ്മിണി എന്ത് ചെയ്യുന്നറിയോ? ആരും കാണാതെ പതിയെ കാട്ടിൽ പോയിട്ട് അവള് കത്തുകൾ എഴുതും. വലിയ എഴുത്തുകാർക്കൊക്കെ വെറുതെ അങ്ങ് കത്തുകൾ അയക്കും. അതാണ് ഈ ഒളിച്ചൊളിച്ചൊളിച്ച് ഈ കാട്ടിൽ പോയിട്ട് ചെയ്യുന്ന പണി. ഇതാ അവരുടെ കൂട്ടുകാരാണ് ഈ വരികളിൽ മുഴുവൻ ഉള്ളത്. ഭയങ്കര രസമുള്ള ഒരു പടമാണ്. ഒരാളുടെ ബാല്യകാലം എങ്ങനെയാണ് അയാളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു സൈക്കോളജിക്കൽ സ്റ്റഡി തന്നെയാണ് ഈ ഒരു മൂവി എന്ന് പറയുന്നത്. MT വാസുദേവൻ നായർ സാറുടെ ആണ് കഥ. അത് പറയാതിരിക്കാൻ വയ്യ. കഥയ്ക്ക് ചേരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് മ്യൂസിക്കും സാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓർക്കാൻ പറ്റി പെട്ടെന്ന് ഈ പാട്ട് പാടിയപ്പോ. ഇതില് വേറെ ഒരു പാട്ടും കൂടി ഉണ്ട് അല്ലേ, ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. ചേട്ടൻ പാടിത്തരണം എനിക്ക്, എന്റെ ഫേവറേറ്റ് സോങ് ആണ്. എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ, പിന്നെ ബ്യൂട്ടിഫുൾ വോയിസ് എസ്തർ കുട്ടിയുടെ. കുറച്ച് സോഫ്റ്റ് തുടക്കം, സോഫ്റ്റ് ആയിട്ട് പാടണമെന്ന് എനിക്ക് തോന്നി. അനുപല്ലവിയില് ഓലെ ഞാലി പോരൂ, അതൊന്ന് പാടാമോ? അവിടെ പോരൂ എന്ന് പാടുമ്പോ ഒരു വിറ വരുന്നുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചോ. അവിടെ ഒരു സംഗതി ഉണ്ട്, അതാണ് വരുന്നുണ്ട്. പിന്നെ എന്റെ മലർ തോഴികളെ ചരണത്തില്, അതൊക്കെയാണ് കുറച്ചൊന്ന് ചേരണം എന്ന് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള പാട്ടുകാരിയാണ് നമ്മുടെ എസ്തർ കുട്ടി. ചേച്ചി പാടുവോ? ആണോ? ആ ചോദ്യം വെയിറ്റ് എന്നിട്ട് ഒളിച്ചിരിക്കാണ്. എന്നാ നേരെ സ്റ്റേജിലേക്ക് പോക്കോ. സ്റ്റേജിലേക്ക് അനൗൺസ് ചെയ്ത് പോവാതിരിക്കണം, മോശം. കൈയടിച്ചു പോയി. ഹലോ, ഹായ്. ഒപ്പനയും കളിക്കാറുണ്ടല്ലേ? +1 +2 ഞാൻ കലോത്സവത്തിന് നിന്നിട്ടുണ്ടായിരുന്നു. ഒപ്പനയ്ക്ക്? തിരുവാതിര. ഒപ്പന? ഒപ്പന ഉണ്ടായിരുന്നു. അതില് മണവാട്ടിയോ? അത് കൂടെ കളിക്കാനായിട്ട് ആണോ? ചേച്ചി ഏത് പാട്ടാ പാടാറുള്ളത്? അറിയാത്ത പാട്ടുകൾ ഞാൻ ഇവളുടെ കൂടെ പാടാൻ വേണമെങ്കിൽ. ഏത് പാട്ടാ? നിങ്ങളൊരു തീരുമാനത്തില് ആദ്യമായിട്ട് ഇത്ര സ്നേഹത്തോടെ അങ്ങോട്ട് അടി വീട്ടിലെത്തിയിട്ട് കിട്ടും. കൊതിയോടെ നോക്കുക. ഇങ്ങനെ അത്ഭുതത്തോട് നോക്കാതെ. അനിയത്തിക്ക് മൈക്കുണ്ട്, ചേച്ചി പിടിച്ചോ. മണ്ണിൽ പുതുമഴ വിടരുന്നേ, മണ്ണിൽ പുതുമഴ വിടരുന്നേ. പെരിയോനേ പഠിക്കോ. പെരിയോനേ എന്തായാലും കൊള്ളാം. സെൻസ് ഉണ്ടല്ലോ, സെൻസ് ഫോർ മ്യൂസിക് അതുണ്ടല്ലോ. ചേച്ചി പറയട്ടെ, മോക്ക് മാർക്ക് വേണോ കൊടുക്കണോ? നല്ല മാർക്ക്. എത്ര കൊടുക്കണം? 100 പറയാ.
അവിടെ പറയണ പോലെ അല്ല, ഇവിടെ പറയണ പോലെയാണ്. കുഴപ്പമില്ല. എത്ര ഇനി ആടി കൂടുതലെന്ന് ഉറപ്പാണ്. ഉറപ്പ്. ഉറപ്പ് ഉറപ്പെങ്കിൽ നോണയത് വെറുതെ പറയാ. ഉറപ്പായിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനല്ല ചെയ്യണേ, ചേച്ചിയാ ചെയ്യണം. 95 ആണോ? കുറച്ചും കൂടി. 96.05. ആ. അയ്യോ, അവള് കൊല്ലുവാടി. 96.25. അല്ല, കുറച്ചും കൂടി. ഇനി കുറച്ചും കൂടി. ആ, 96.5. ഇച്ചിരി കൂടി. ഇതെന്ത് ലേലമാണോ? കൊടുക്കാം. It is going to be 96.75 out of 100 today. താങ്ക് യു. ഹാപ്പി ആണല്ലോ. ഇനി വയലൻസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. നല്ല കുട്ടികളായിട്ടിരിക്കണം. ഓൾ ദ അല്ല, ബെസ്റ്റ്. ഈ പാട്ട് വേണ്ടേ? പോലെ പോലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്ദു കിരണം പൂവു ചാർത്തിയ പോലെ കന്നി പൂങ്കവിളെ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, പിന്നലോ തേൻതുമ്പിയോ പൊന്നരയാലെ മറഞ്ഞിരുന്നു നിന്നെ കണ്ടു കൊതിച്ചു പാടിയ കിന്നര കുമാരനോ. ഓ കണ്ണിൽ പൂങ്കവിളെ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ. ഹാപ്പി അല്ലേ രണ്ടുപേരും? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ബൈ. ഏഞ്ചൽ ഇനി അടുത്താണോ വരുമ്പോ ഡാൻസ്? ഞാൻ ഇനി വരുന്നില്ല. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ? തുടങ്ങാണ്. അപ്പൊ 1-2 എക്സസൈസസ് പറഞ്ഞുതരാം. ഓ, റെഡി? ആ. ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഓക്കെ. ആദ്യം ഇങ്ങനെ പിടിക്കണം. ആ, പോരാ പോരാ പോരാ. അല്ല, ഒച്ചയില്ല. ആ, പിന്നെ ഇങ്ങനെ ചെയ്യാം. ആ, അത് കൊള്ളല്ലോ. അതിന് വരുന്നുണ്ട് മറ്റേ ബ്രർ. ഇനിയിപ്പോ സൈറൻ പോലെ എന്ന് പറയാം. അത് വെച്ചാ ഞാൻ ഇനി കാറ്റ് വെച്ച് സംസാരിക്കേണ്ടി വരും. വേണ്ട, റിസ്ക് അതെ. പോയി അടിച്ചങ്ങ് പോകും. മച്ചേട്ടന് പറ്റും, മച്ചേട്ടന് പറ്റും, അതുങ്ങളാ ഒച്ച മച്ചേട്ടന് പറ്റും. ഏത്? ആ ഒച്ച ഇപ്പൊ കേട്ടോ. ഇത് വേറെ ആംബുലൻസാ. ഓക്കെ ഓക്കെ. രണ്ട് കമ്പനിയുടെ അതുകൊണ്ട് ഒന്ന് പോലീസ്, ഒന്ന് ഹോസ്പിറ്റൽ. അത് വേറെ വേറെ വേറെ. ഇപ്പൊ എന്റെ അച്ഛൻ നോർമലി അങ്ങനെ സൈറനും ആംബുലൻസ് ഒക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പല എക്സസൈസസും പറയും. അപ്പൊ ആ രീതിയിൽ ഞാനിതൊക്കെ പഠിച്ചിട്ട് 1 മണിക്കൂർ ചെയ്ത് നോക്കിയപ്പോ 2 ദിവസത്തേക്ക് ശബ്ദമില്ല. എന്നിട്ട് അത് വന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കണോ? എന്റെ ശബ്ദവും അപ്പൊ ഈനുട്ടി അപ്പൊ എന്റെയും പോട്ടെ. ഒരാളുടെ അടിച്ചു പോയി, ഇനി നമ്മുടെയും കൂടി പോട്ടെ. നമുക്ക് പാട്ടിലോട്ട് പോവാം. അതിന് മുന്നേ ആര്യ ചേച്ചിയുടെ വിശേഷം പറയൂ. അത് കേൾക്കാനായിട്ട് നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എനിക്ക് എന്റെ സാരി ഉടുപ്പിച്ചു തന്ന അമ്മയാണ്. ആ. എന്റെ ഫ്രണ്ട്സ് ആണ് മേക്കപ്പ് ചെയ്ത് തന്നത്, ആ. മുടിയൊക്കെ കെട്ടി തന്നത്. ആ. അച്ഛനാണ് എന്നെ കൊണ്ടുപോയത് രജിസ്റ്റർ ഓഫീസിലേക്ക്. അപ്പൊ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കൊറേ മൊമെന്റ്സ് ആണ്. എന്താ പറയാ, ലൈഫ് ലോങ് വരാനിരിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. കല്യാണത്തിന് തലയിൽ വെച്ച ഒരാളെ പേടിപ്പിക്കുന്നു. കല്യാണത്തിന് തലയിൽ വെച്ച പൂവ് തന്നെ മാറ്റിയിട്ടില്ല. അതേ നോക്കിയേ. അതെ, പാവം ഞാൻ. സാംസോണി വിളിക്കും. മതി. വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഇതൊക്കെ ഇവിടുത്തെ ഇപ്രാവശ്യം നമ്മള് രണ്ടാളും ഒരേ കളറ് അല്ലേ? പേരാണല്ലോ. അതെ, സെയിം പേര്. അത് സാർ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയുണ്ട് സാംസോണി? എനിക്ക് നല്ല വിശേഷം. ഹോസ്പിറ്റലിൽ വരെ വളരെ വലിയൊരു സെലിബ്രിറ്റി ആയി. ആണല്ലേ? അതെങ്ങനെ? ഹോസ്പിറ്റൽ അതെങ്ങനെയാടേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജലദോഷമായിരുന്നെന്ന് പറഞ്ഞില്ലേ? ഇത് ശരിക്കും ജലദോഷം അല്ലായിരുന്നു. എന്റെ ഇവിടെ ഫുള്ള് സൈനസ് അടിഞ്ഞായിരുന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ കുറെ സിസ്റ്റർമാരെന്നെ കാണാൻ വന്നു. ഇത് നമ്മുടെ ടോപ്പ് സിംഗറിൽ പറഞ്ഞ സാംസോണി അല്ലേന്ന് പറഞ്ഞു. അപ്പൊ വലിയ ആളല്ലയോ?
അതെ അതെ സ്റ്റാർ സെലിബ്രിറ്റി ആയപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആദ്യമായിട്ടാണ് ടോപ്പ് സിംഗറിൽ സിസ്റ്റർമാര് കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. ഓ അപ്പൊ ഓക്കെ എനിക്ക് വലിയ സന്തോഷമായി. ഉം. പിന്നെ അവിടെ കിടക്കുന്ന രോഗികളൊക്കെ നേഴ്സുമാരോട് പറഞ്ഞിട്ട് എന്നോട് പറയൂ ഇങ്ങനെ സാംസോണി ഒന്ന് വിളിച്ചോണ്ട് വരാം, നടക്കാൻ വയ്യാത്ത അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ. അപ്പൊ ഞാൻ അവരെ പോയി കാണുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷ സ്നേഹമാണ്. അയ്യേ നല്ല രസം. അവരൊക്കെ പാട്ട് പഠിപ്പിച്ചില്ലേ? പാട്ട് പഠിച്ചു. എനിക്കറിയാത് പാട്ട് പഠിപ്പിക്കുന്നു. അവിടെ സിസ്റ്റർമാര് നടത്തുന്നത് തന്നെ അനാഥ മന്ദിരത്തിലെ കുറെ അമ്മമാരുണ്ട്. നമ്മുടെ ടോപ്പ് സിംഗർ ഏറ്റവും കൂടുതൽ കാണുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും. ആഹാ. കാരണം അങ്ങനെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ പാടിക്കൊടുത്ത് അവരുടെ മനസ്സിനെ എത്ര സന്തോഷിപ്പിച്ച് കാണും അല്ലേ? അത് ഗംഭീരാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയില്. ആഹാ. പിന്നെന്ത് വേണം? അപ്പൊ ഡീറ്റെയിൽസ് പറഞ്ഞേ. ലിറിക്സ് ഭാസ്കരൻ മാഷ്, ഉം. മ്യൂസിക് ദേവരാജ മാസ്റ്റർ, ഉം. മൂവി കടത്തനാട്ട് മാക്കം, ഉം. ഇയർ 1978, സിംഗർ KJ യേശുദാസ് സാറ്. വെരി ഗുഡ്. ഇത് നവോദയയുടെ ആദ്യത്തെ പടം, Okay. വെരി ഫസ്റ്റ് പടമാണ്. ആ, ആ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. സാറേ ഞാൻ ഈ പാട്ട് നമ്മുടെ ഈ ഷോ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ പ്രായം ചെന്ന അപ്പച്ചന്മാർക്ക് അമ്മച്ചിമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെരി ഗുഡ്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ, കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ, സ്നേഹക്കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ, വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ.
ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. സൂപ്പർ വെരി നൈസ് വെരി നൈസ്. സാം സോണി. താങ്ക് യു. സാം ഗുഡ എന്താ സാറേ? താങ്ക് യു നന്നായിട്ട് പാട്ട്. താങ്ക് യു. ഇത്രയും നാള് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഇവിടെ വരികയാണ്, എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു പാട്ടാണ് ഇങ്ങനെ. അതല്ലേ, അത് അത്ഭുതമല്ലേ? താങ്ക് യു. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഭാവം കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആരാവാൻ പറ്റും? യേശുദാസ് സാർ. ഭാവഗായകൻ. യേശുദാസ് സാറാവട്ടെ. ഭാവഗായകൻ ഓ. അതാവണ്ടേ? ആണോ? അതാവാൻ പറ്റും. ആ വെരി ഫസ്റ്റ് നോട്ടില് ഇളവന്നൂർ നീ നീ ആ ഇളവന്നൂർ അത് കറക്റ്റ്. അത് ശ്രദ്ധിച്ചാ മതി. അതുപോലെ ഓരോ ചോദ്യങ്ങളല്ലേ? എന്തൊക്കെയാണ് ചോദ്യങ്ങള്? കളപ്പക്കൂട്ടണിഞ്ഞുകൊണ്ട് ഉറക്കമായോ ഉറക്കമായോ. അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യം ഒരുപാട് നീട്ടണ്ട. മീനുകുട്ടാ എന്തോ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറയില്ലല്ലോ. ഉറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ. ഷോർട്ടാണ്, ഷോർട്ട് ഫ്രേസസ്. അതുപോലെ ഒന്നോ വിരഹത്തിൻ ചൂടുണ്ടോ കുറച്ചുകൂടി സ്നേഹം, ലവ് ചൂടുണ്ടോ. പിന്നെ അടുത്ത ചോദ്യം വിയർപ്പുണ്ടോ നിന്നെ വീശുവാൻ നിന്നെ നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ആ സാല് വരുമ്പോ മാത്രമാണ് നമ്മൾ സസ്റ്റെയിൻ കൊണ്ടുവരാ. അപ്പൊ നമ്മൾ ആ ശ്രുതിയുമായിട്ട് ഇങ്ങനെ ലയിച്ചിങ്ങനെ നിക്കണം. ഇതൊക്കെ മനസ്സിൽ വെക്കുക കേട്ടോ. ശബ്ദം ഇതുവരെയും ശരിയായിട്ടില്ല സത്യത്തിൽ, എന്നാലും ഒരു ബ്രേവ് അറ്റംപ്റ്റ് ആണ്. സാം സോണി. അപ്പൊ ഇന്ന് കുറെ വയ്യായികളുടെ ഇടയിലാണ് ഇപ്പോൾ ഒന്ന് പാടിയത്. ഹോസ്പിറ്റലിൽ നിന്നാണ് അടുത്ത കുറച്ച് ദിവസം മുമ്പ് വന്നിട്ടുള്ളൂ. എന്നിട്ട് ഈ പാട്ട് ഇത്രയും വളരെ മനോഹരമായിട്ട് പാടിയതിന് ആദ്യം തന്നെ എന്റെ പല്ലവി കഴിഞ്ഞ പിന്നെ കുറച്ചൊന്ന് ചാർജായി. പക്ഷെ ശബ്ദത്തിന്റെ ഒരു വയ്യായിക പല സ്ഥലങ്ങളിലും തോന്നിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഫീല് വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ശബ്ദത്തിന്റെ വയ്യായിക തോന്നിയത് പുളിയിലെ കരമുണ്ട് പുതച്ചാട്ടെ. ഈ വയ്യായികയിലും ഇത്രയും മനോഹരമായിട്ട് പാടിയ നീ ഒരു സാധാരണക്കാരനല്ലടാ. ഇത് പറഞ്ഞാൽ അവന്റെ ആ ചിരി കണ്ടോ, ആ ചിരിയിലാണ് എല്ലാരും വീഴുന്നത് കേട്ടോ. പാടുമ്പോഴും അവിടെ പ്രസന്റ് ചെയ്യുമ്പോഴും എന്ത് വയ്യായികയാണെങ്കിലും. അത് അവിടെ വീണാണോ ഇവിടെ വീണാണോ രണ്ടുപേരും ഒന്നിച്ച് വീണാണോ എങ്ങനെയാണ്? ഞാൻ സത്യം പറയാം, ഞങ്ങൾ 5ാം ക്ലാസ് ഒരുമിച്ച് പാട്ട് പഠിക്കാൻ പോയതാ. അപ്പൊ എനിക്ക് 10 വയസ്സ്, അവന് 11 വയസ്സ്. വേണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല, പാവല്ലേ ഞാൻ. സാംകുട്ട അതുപോലെ ഈ ചിരി ഇതുപോലെ അങ്ങ് കണ്ടിന്യൂ ചെയ്യട്ടെ, വയ്യായികയൊക്കെ അങ്ങ് മാറട്ടെ, ഗുഡ് ബോയ് ആയിട്ട് ഇനിയും അടിപൊളിയായി പാടാൻ പറ്റട്ടെ. ഈ പാട്ട് ഏത് രാഗത്തിലാന്നറിയോ? അറിയില്ല. സിന്ധു ഭൈരവി എന്ന് പറഞ്ഞ രാഗത്തിലാണ്. ഒരുപാട് 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 പാട്ടുകൾ സിന്ധു ഭൈരവിയിൽ ഉണ്ടല്ലേ മച്ചേട്ടാ? രാജസാർ ഇഷ്ടംപോലെ പാട്ട് ചെയ്തിട്ടുണ്ട്, രവീന്ദ്ര മാഷ് ചെയ്തിട്ടുണ്ട്. രവീന്ദ്ര മാഷ് പാട്ടാണ് ഇത്. പാടാം നമുക്ക് പാടാം വീണ്ടും ഒരു പ്രേമഗാനം. വെരി ബ്യൂട്ടിഫുൾ സോങ്. അതെ, അത് പിന്നെ അതുപോലെ തന്നെ രവീന്ദ്ര മാഷ് ചെയ്തിട്ടുള്ളത് ഹരിമുരളീരവം. അത് പിന്നെ മധുവിന്റെ എന്താണ്, മധുവിന്റെ മാസ്റ്റർ പീസ് ആണല്ലോ. ആ മധുമൊഴി രാധെ ഒന്ന് ഒരു 2 കിലോമീറ്റർ നീളത്തിലൊന്നും. അയ്യോ, മധുചേട്ടൻ പിയോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ടൈമർ എത്ര കിലോമീറ്റർ ട്രൈ ചെയ്യാം. ഓക്കെ. മധുമൊഴി രാധേ നിന്നെ തേടി എന്റെ അടുത്ത് ബെഞ്ചിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. 28 seconds ആണ്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്,
മധു ട്രിപ്പിൾ ചങ്കനാണ്. അയ്യോ. അതുപോലെ തന്നെ രാജാ സാറിന്റെ കൊഞ്ചി കരയല്ലേ മിഴികൾ നനയല്ലേ ആ പാട്ട്. വെങ്കടാചല നിലയം. പോരട്ടെ. വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം പങ്കജനേത്രം പരമപവിത്രം ശംഖചക്രധര ചിന്മയരൂപം വെങ്കടാചല നിലയം വൈകുണ്ഠപുരവാസം. ക്യാപ്റ്റൻ, ഈ സിന്ധു ഭൈരവിക്ക് ദ്വാദശ ഭൈരവി എന്നൊരു പേരുണ്ട്. ദ്വാദശം എന്ന് പറഞ്ഞാൽ 12. അപ്പൊ 12 സ്വരങ്ങൾ ഉപയോഗിക്കാം. 12 സ്ഥാനങ്ങളും സ്വരങ്ങളുടെ 12 സ്ഥാനങ്ങളും ഉപയോഗിക്കാവുന്ന രാഗമാണ്. അങ്ങനെ ഒരു രാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ കോമ്പോസിഷൻസിൽ ഈ സിന്ധു ഭൈരവി ഉപയോഗിച്ചിട്ടുണ്ട്. വിശ്വേശ്വര ദർശന കർ ചലമന തുമകാശി. അങ്ങനെ ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട് കേട്ടോ. ഇന്ന് വയ്യാണ്ടാണ് വന്നിരിക്കുന്നത്, അതറിയാം. ഇന്നത്തെ മാർക്ക് എന്ന് പറയുന്നത് 97 ഔട്ട് ഓഫ് 100 ആണ്. പക്ഷെ ഈ വയ്യായികയിലും ഈ ഒരു ധൈര്യം കാണിച്ചില്ലേ, ആ ധൈര്യത്തിന് ഒരു 0.5 കൂടെ കൂട്ടി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 97.5 ഔട്ട് ഓഫ് 100. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറി കളകക്കൂട്ട വയ്യായികയൊക്കെ വേഗം മാറട്ടെ അല്ലേ. പോയി നല്ലോണം പ്രാക്ടീസ് ചെയ്യാ, റെസ്റ്റ് എടുക്കാൻ, മരുന്നൊക്കെ കഴിച്ച്. ഓക്കെ, ബൈ ബൈ. നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ? മധുങ്കിൾ, ഇനി വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ? എന്തൊരു പേടിയാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. ലെറ്റ്സ് വെൽക്കം അമൃത AM ഓൺ സ്റ്റേജ്. അമൃത കുട്ടീനെ പറ്റി നമ്മൾ മിണ്ടുന്നതിന് മുന്നേ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ? ഓക്കെ. എൻ്റെ പേര് അമൃത. ടോപ്പ് സിംഗർ സീസൺ 6 ഞാൻ 3 പാട്ടാണ് പാടിയത്. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഈ വേദിയിൽ എത്തിയതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലായിരിക്കും. ഞാനൊരു ചെറിയ കഥ പറയാം. പാട്ട് പഠിക്കാൻ പോണ്ടേ? എനിക്ക് പാട്ട് പഠിക്കണ്ടേ? പിന്നെ പാട്ട് പഠിക്കണ്ടേ? എനിക്ക് പെട്ടെന്ന് എനിക്ക് അച്ഛാ എന്താ ചൂട് ചട്ടുക. പണ്ടൊക്കെ എനിക്കൊരു ഇച്ചിരി മടിയുണ്ടായിരുന്നു. അമ്മ രാവിലെ 5 മണിക്ക് കുത്തി എന്നെ എണീപ്പിക്കും. എന്നിട്ട് കഴുത്തറ്റം വെള്ളത്തിൽ സാധകം ചെയ്യാൻ പറയും. ഈ തണുപ്പത്തൊക്കെ അതെങ്ങനെ ചെയ്യും? ഒരു പാട്ടുകാരിയാവണം, റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എൻ്റെ അമ്മയ്ക്കായിരുന്നു ഞാൻ പാട്ടുകാരിയായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്കാണെങ്കിലോ ഒടുക്കത്ത മടി. കഥയാവുമ്പോൾ ഒരു ചെറിയ ട്വിസ്റ്റൊക്കെ വേണ്ടേ? ഒരു പോയിന്റിൽ എൻ്റെ അമ്മയുടെ ആഗ്രഹം എൻ്റെ ആഗ്രഹമായി മാറുന്നിടത്താണ് എൻ്റെ മ്യൂസിക്കൽ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമലാസനി സുന്ദരി, കമലാസനി സുന്ദരി, കമലാസനി സുന്ദരി. രണ്ടുപേരും കൂടെ എങ്ങോട്ടാ? പാട്ട് ക്ലാസ്സിന്. ഓ, വണ്ടി വിട്. ഇതാണ് എൻ്റെ സാരഥി അനീഷ്, എൻ്റെ മാമനാണ്. മാമൻ എനിക്ക് എവിടെ പോണെന്ന് പറഞ്ഞാലും അപ്പ കൊണ്ടുപോകും. ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടേ? വീട് വണ്ടി വെള്ളായണിക്ക്. എൻ്റെ മ്യൂസിക്കൽ ജേണിയിൽ എനിക്ക് എൻ്റെ അമ്മയുടെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു സ്ട്രോങ് സപ്പോർട്ടും കൂടെ വേണം. നിങ്ങൾ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? വാനിടം മംഗളമാലപിക്കേ ഓമനേ, നിന്നെ ഞാൻ സ്വന്തമാക്കും. ഈറ
മേഘം പൂവും കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോങ് സപ്പോർട്ട്. പാട്ടിനൊപ്പം പുഞ്ചിരി പങ്കിടാൻ ഞാൻ അമൃത AM ടോപ്പ് സിംഗർ സീസൺ 6 തുടരും. കേട്ടോ, നല്ല അതെ, അതെ, അതെ. രസം. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മ ചോദിക്കുന്നില്ലേ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ പോണേ? അച്ഛനാണ് പ്രത്യേകിച്ച് അഭിനയത്തിൽ വലിയ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഉണ്ട്. പക്ഷെ ഭയങ്കര രസമുണ്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫാമിലി. മൂന്നുപേരും കൂടെ 2 പില്ലേഴ്സ് ഓഫ് സ്ട്രെങ്ത് അല്ലേ, അച്ഛനും അമ്മയും. അപ്പൊ അവരെല്ലാം കൂടെ എപ്പോഴും കട്ടക്കുണ്ട് എന്നുള്ളതാണ് Yes. അല്ലേ? അത് സൂപ്പറാണേ. അമൃതം. ആ അമൃതം എന്തോ ഏതാണ് പാട്ട്? ആലിപ്പഴം പെറുക്കാൻ. സബാഷ്. ഇളയരാജ സർ. അതെ. അതാണ് ആദ്യം. ബിച്ചു തിരുമല സർ. അതെ. കറക്റ്റ്. ആ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അതെ. ആ വർഷം 1984. പാടിയിരിക്കുന്നത് പാടിയത് ജാനകിയമ്മ, SP ശൈലജമ്മ, അതെ. SPB സാറിന്റെ സിസ്റ്റർ അല്ലേ? ഏ? അതറിയില്ല? ഇല്ല. അതല്ലേ SP പുതിയ ശൈലജ, അറിവായിരുന്നു. SP ബാലസുബ്രഹ്മണ്യം, SP ശൈലജ. കേട്ടില്ലേ? ഇനിയിപ്പോ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണം. പാടൂ. അതെ. പാടിക്കോളൂ. ഓൾ ദ ഓൾ ദ ബെസ്റ്റ്. ബെസ്റ്റ്. താങ്ക് യു. ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി ആലിപ്പഴം പെറുക്കാൻ പീലിക്കൂട നിവർത്തി
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അമൃതം കലക്കി അമൃതം. കോറസ് അടിപൊളി ട്ടോ. അണ്ണ മേഘേ നിഹാര സെബാമോൺ കലക്കി. ബ്യൂട്ടിഫുൾ. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ആ മിടിക്കാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതെ, ഈ ആലിപ്പഴം എന്ന് പറയുന്നത് എന്താ? മഞ്ഞ്. മഞ്ഞല്ല, ആ മഞ്ഞ് കട്ട. മഞ്ഞ് കട്ട. മഞ്ഞ് കട്ട. ഐസ് കട്ട. ഐസ് കട്ട. ആ ഈ ഐസ് കട്ട എങ്ങനെ ഉണ്ടാവുന്ന? വെള്ളത്തിൽ നിന്ന്. വെള്ളത്തിൽ നിന്നാണ്. അതെങ്ങനെയാന്ന് വെച്ചാ ഈ നീരാവി, ചൂടുള്ള നീരാവി ഉണ്ടല്ലോ, അതിങ്ങനെ മേളിൽ പോയി മേളിൽ പോയി മേളിൽ പോയി അങ്ങനെ ആകാശത്തിന്റെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും അവിടെ എന്തോ പറ്റും, അവിടെ തണുത്ത് ഉറഞ്ഞിട്ട് അത് പതുക്കെ പതുക്കെ ഓരോ കട്ടകളാവും. ഈ കട്ടകൾ പിന്നെ ടപ്പ് എന്ന് പറഞ്ഞ് താഴെ വരും. ആ അങ്ങനെയാണ് ഒരു ആലിപ്പഴത്തിന്റെ മഴയാ വന്നത്. അങ്ങനെയാണ് കേട്ടോ. മാജിക് അല്ലേ അതെ. ആലിപ്പഴം പെറുക്കുന്നത്. പെട്ടെന്ന് ആലിപ്പഴങ്ങൾ വരുന്നു. പണ്ട് 2 വയസ്സിൽ ആലിപ്പഴം പെറുക്കിയില്ലേ? കളിച്ചില്ലേ? കളിച്ചില്ലേ? ഭയങ്കര സംഭവമാണ് കേട്ടോ. അതെന്താ? ഇപ്പൊ ഈ പാട്ട് വന്നേ ഉള്ളൂ, എന്നേ പെറുക്കി. അതേത് കഥയാ അമൃതകുട്ടി? അതൊരു വലിയ കഥ. ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ. അയ്യോ. അയ്യോ. ആഹാ. ഓ തലക്കിട്ടാ വഴിയാണ്. അയ്യോ. സ്റ്റെപ്പാണ്. ആലിപ്പഴം പറക്കണതാ കാണുന്നത്. ഇതൊരു അയ്യോ. അപ്പഴേ പറയാൻ തുടങ്ങിയതാ. സുന്ദരി കുട്ടി. ഇങ്ങനെയല്ലേ അമൃത കുട്ടി? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഇന്നത്തെ പെരുമഴയിൽ ആർക്കാണ് ആലിപ്പഴം പെരുക്കാൻ ഇഷ്ടമില്ലാത്തത്? അങ്ങനെയല്ലേ? നന്ദി. അയ്യോ. ആ ആളാണ് ഈ ആള്. അതെ. കുഞ്ഞു പാടിയപ്പോഴത്തേക്കും ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഹയർ നോട്ട്സ് ഇല്ലേ? ഹയർ നോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടത്തിന്റെ അറ്റത്തൊരു സ്ട്രിങ് ഇല്ലേ നമ്മളിങ്ങനെ പിടിക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ വിടുകയാണല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് തൊടുകയേ ഉള്ളൂ. അതിനെ കൂടുതൽ വലിച്ചാൽ പട്ടം പൊട്ടിപ്പോവും. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വിടുക, പിന്നെയും അങ്ങനെ ആകുമ്പോഴാണ് അത് മേലോട്ട് 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 പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഈ ടോപ്പ് നോട്ട്സ് പാടുന്നത്. നമ്മൾ അതിനെ കൂടുതൽ പിടിച്ചാൽ പൊട്ടിപ്പോവും. പക്ഷെ ഒരുപാട് ഇടങ്ങളിൽ സൂപ്പർ ആയിരുന്നു. അതെ, പല ഭാഗങ്ങളും ചിലർക്ക് ഞാൻ വിചാരിച്ചു ഞാൻ ഇവിടെ തന്നെയാണോ ഇങ്ങനെ തലകീഴായി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തലകീഴ് ഇങ്ങനെ ആയിപ്പോയി. അങ്ങനെ നമുക്ക് പറഞ്ഞു നോക്കണോ? തലകീഴായി മീനൂട്ടിയുള്ള വേണ്ടേ? വേണ്ടേ? പിന്നെ ഈ പാട്ടിൽ മൊത്തം ഇങ്ങനെ ഒരു സാധനമുണ്ട് അല്ലേ? ആ ഒരു ഋതം ഇങ്ങനെ നമ്മൾ ഫീൽ ചെയ്താൽ, കൊച്ചുകുട്ടികളൊക്കെ ആക്ഷൻ സോങ് ആണെങ്കിലേ ഉത്രാടപ്പൂ നിലാവിവാ എന്ന് കാണിക്കില്ലേ, അതുപോലെ. അപ്പൊ അതിന്റെ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇതിന്റെ ഋതം വരണം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇളയരാജ സർ ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് കോമ്പോസിഷൻസ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ആണ്. മാത്രമല്ല സിനിമ വിസ്മയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 3D ആണ്. ഇന്ത്യയിലെ ഫസ്റ്റ് 3D മൂവി. അത് ജിജോ സാറിനെ ഓർക്കാണ്. ജിജോ സാർ ഗ്രേറ്റ് ഡയറക്ടർ, ഗ്രേറ്റ് ലെജൻഡ്. അദ്ദേഹമാണ് ഇത് നമുക്ക് തന്ന. അദ്ദേഹം തന്നെയാണ് നേരത്തെ പടയോട്ടം എന്നുള്ള സിനിമ നമുക്ക് തന്നിട്ടുള്ളത്. അത് 70mm ആദ്യമായിട്ട് വന്ന സിനിമയാണ്. അപ്പൊ അങ്ങനെ വലിയ പ്രത്യേകതകളുള്ള സിനിമകൾ തന്ന ആളാണ് ജിജോ സാർ. ഒരു വലിയൊരു നമസ്തേ. വിത്ത് ലോഡ്സ് ഓഫ് റെസ്പെക്ട്. അത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും വേണോ? വേണ്ട. വേണ്ട, ഒന്നും വേണ്ട. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാട്ട് ഇങ്ങനെ പാടിയെന്ന് വരൂ. മൈ ഡിയർ അമൃതക്കുട്ടി, എന്തോ നല്ല സുന്ദരമായിട്ട് പാടി. താങ്ക് യു. പിന്നെ നല്ല സ്മാർട്ടായിട്ടും പാടി. അതാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നിയത്. നല്ല സ്മാർട്ട് സിംഗിങ് ആയിരുന്നു. വേറെ ഒന്ന്, ആ കോറസ് വന്നപ്പോഴേ അനുപല്ലവി ചരണം ഭയങ്കര രസമായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. കോറസ് പാടിയ അണ്ണൻ, മേഘ്, നീഹാര, പിന്നെ സെബ ഭയങ്കര ഇഷ്ടമായി. നല്ല രസത്തിൽ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ പോയി. ഭയങ്കര രസമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും,
അച്ഛൻ അമ്മ നടുക്ക് ഞാനിരുന്ന് പടം കാണുന്നത് 3D കണ്ണടയും വെച്ചിട്ട്. പക്ഷെ പിന്നെ അതിനുശേഷം എനിക്ക് അതിലെ കുട്ടിച്ചാത്തന്റെ പുരികവും കണ്ണും ഒക്കെ എനിക്ക് ഭയങ്കര സ്കെയറി ആയിരുന്നു ചെറുതാവുമ്പോ കാണുമ്പോ. പിന്നെ അതുപോലെ ചുമരിലെ നടക്കുന്ന സീനൊക്കെ ഇല്ലേ, ഭയങ്കര രസവും ഭയങ്കര കൗതുകമുള്ള ഒരു പടമാണ്. അമൃതക്കുട്ടി കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണേ, ഓ നല്ല രസമാ കാണാൻ വേണ്ടിട്ട്. ആ. അതിലൊരു ഇവരൊക്കെ പിടിക്കാൻ വരുന്ന ഒരു എന്താ പറയാ, കൊട്ടാരക്കര ശ്രീധരൻ നായർ. അല്ല അതല്ല, അദ്ദേഹം അല്ലേ? അങ്ങനെയല്ല. അദ്ദേഹമാണ് അഭിനയിച്ചിട്ടുള്ളത് അല്ലേ? ആ പിടിക്കാൻ വന്ന ആള് ഇങ്ങനെ പുതപ്പ് മൂടിയിട്ട്, കുട്ടികളെയൊക്കെ പുതപ്പ് ആ, മൂടി, കമ്പിളി പുതപ്പ് മൂടിയിട്ടുള്ള കമ്പിളി ഒരു- പുതപ്പ് മൂടിയിട്ട് ആ വരുന്നത്. അപ്പൊ ഭയങ്കര രസമാട്ടോ അമൃതക്കുട്ടി. ആ. കാണണേ. കാണാം. ആ ഓക്കെ. അപ്പൊ പിന്നെ അടിപൊളി, ബാക്കി എല്ലാം അടിപൊളി. കുഞ്ഞി സ്റ്റെപ്സ് ചെയ്തില്ലേ, ആ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ വീഡിയോയിലുള്ള സ്റ്റെപ്സും നല്ല രസമുണ്ടായിരുന്നു. ഇത് ആ പെറുക്കുന്ന സ്റ്റെപ്പ് പെറുക്കുന്ന step. ആലിപ്പഴം പെറുക്കുന്നത് തവളചാട്ടം. എന്തൊരു സ്പീഡിലാ ചാടി എടുക്കണത്. അതെ. അപ്പോ അങ്ങനെ. ഉം. അമൃതം എന്തോ അല്ലെ, അമൃതമല്ലേ? അമൃതം ആ അമൃതം. പാടിയപ്പോ അമൃതം പോലെ ഉണ്ടായിരുന്നു, അമൃത് പോലെ ഉണ്ടായിരുന്നു. അതെ, താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പല ഭാഗങ്ങളും സൂപ്പറായിട്ട് പാടി. താങ്ക് യു. പിന്നെ നമ്മുടെ കോറസും, ഈ പറഞ്ഞ പോലെ കോറസും നന്നായിട്ട് അത് കറക്റ്റ് ആയിട്ട് പാടി. അതിന്റെ ഇടയ്ക്കുള്ള ഹമ്മിങ്, ചരണവും അനുപല്ലവിയും ചരണമൊക്കെ വരുമ്പോൾ ഒരു ഹമ്മിങ് കൂടെ വരുന്നുണ്ട്. അതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഈ പാട്ടിന്റെ ഈ സീൻ കാണേണ്ടതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ ഉണ്ട് അതില്. ജോയ് ഐസ്ക്രീമിന്റെ ഉള്ളിലേക്ക് ചാടുന്നു. ഒരു വലിയ ടാങ്ക് ജോയ് ഐസ്ക്രീം, വലിയ കോൺ, അതിനകത്ത് ഒരു ചാടി മൊത്തം ഐസ്ക്രീം കഴിച്ച് മുഖത്തും വായിലൊക്കെ. മീനൂട്ടി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആണല്ലേ? അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എന്തായാലും ഒന്ന് പാട്ട് കാലയ്ക്ക് വളരെ നന്നായിരുന്നു. എനിക്ക് ഈ ഹൈപ്പിച്ചു പോകുന്ന ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രുതിയിലേക്ക് ഒന്ന് ചേരാനുണ്ട് കേട്ടോ. അത്രയും ഉള്ളൂ. ശബ്ദം, നല്ല ശബ്ദം, നല്ല ബ്യൂട്ടിഫുൾ ശബ്ദമാണ് എപ്പോഴും. താങ്ക് യു. അപ്പൊ ഇനിയും കുറച്ചും കൂടി വലുതാവും തോറും അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. മിടുക്കിയാണ്, താങ്ക് യു. മിടുക്കി കുട്ടിയാണ് നമ്മുടെ. താങ്ക് യു. ക്യാപ്റ്റൻ, Yes. നമുക്കൊന്ന് പറന്നിട്ട് വന്നാലോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞാലോ? പറക്കാം. ആ തേർഡ് ബീജത്തിൽ പറക്കാൻ തോന്നുന്നു. കാരണം അസാധ്യമായിട്ട് വായിച്ചു. അതെ അതെ, ഗർണായിരുന്നു. വെരി നൈസ്, വെരി വെരി നൈസ്. 1 2 3 4. സരസ്വതി വെരി നൈസ്, വെരി നൈസ്. നല്ല രസമുണ്ടായിരുന്നു. മാർക്ക് വേണ്ടേ? മാർക്ക് വേണം. മാർക്കിൽ പറക്കണോ? പറക്കണം. താന്ന് പറക്കണോ? മേലെ പറക്കണോ? മേലെ പറക്കണം. മേലെ പറക്കണം. ആണോ? മേലെ അല്ലെങ്കിൽ പറക്കണം. ഏതെങ്കിലും ഒരു കൊമ്പിൽ കയറി ഇരിക്കണോ? അത് കുഴപ്പമില്ല. മേലെ പറക്കണം. മേലെ. അപ്പൊ എത്ര മേലെ പറക്കും? ഉം. 98 on 100 today. താങ്ക് യു. അമൃതം, എന്തോ അടുത്ത പ്രാവശ്യം പറക്കുന്ന പാട്ടൊക്കെയായിട്ട് വരണം കേട്ടോ. ബൈ. ബൈ. ടാറ്റാ. ബൈ, ടാറ്റാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മധുങ്കിൾ, ഓയ്, ഇനി നമ്മുടെ അമ്മുക്കുട്ടി വരാൻ പോവാണ്. ആരാണ് എം ജെ? അമ്മുക്കുട്ടിയോ? അമ്മുക്കുട്ടിയല്ല, അമ്മുക്കുട്ടി. അമ്മുക്കുട്ടി. കണ്ടോ, ഇവിടെ എപ്പോഴും ഇല്ലാത്തതിന്റെ പ്രശ്നം എല്ലാം മറന്നു. കണ്ടോ, അമ്മുക്കുട്ടിയാണൊക്കെ. ആരാണ്? എം ജെ അങ്കിൾ പറ, ആരാ വരാൻ പോന്നെ? ദ്യുതി ലിൻഡ ഷെനൽ. യെസ്, വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. ദ്യുതി വരണമെന്നല്ലേ പറഞ്ഞേ? അതെ അതെ, ഇതാരത്? ഒരു ചേച്ചി. ഹായ് ചേച്ചി. കടൽ തീരത്തുനിന്ന് ആരോ വരണാണല്ലോ. എന്താ ഈ വേഷത്തിൽ വന്നിരിക്കണേ? പാട്ട് പാടാൻ. ഈ വേഷത്തിന്റെ കാര്യം? ഈ വേഷം എന്തിനിട്ടുണ്ട് വന്നേ? അതാ ചോദിച്ചേ. ഏത് പാട്ടാ പാടണേന്ന് പറ. പാമരം പളുങ്കുകൊണ്ട്. വെറുതെ അല്ല, അതാണ് ഈ അതാണ് ഈ വേഷം അല്ലേ? ഈ പാട്ട് സൂപ്പർ ആയിട്ട് പാടുവോ? അല്ല, കണ്ണട എവിടെ? കണ്ണട വെച്ചിട്ടില്ല. കണ്ണട വെക്കാതെ കാണുവോ? ഇതാരാ? ജയചന്ദ്രൻ സാർ. ഇതാരാ? മധു അങ്കിൾ. ഞാൻ മാത്രം എങ്ങനെ സാറായി? അവളും ആലോചിക്കാതെ. എം ജെ അങ്കിളല്ലേ? നാട്ടിലൊക്കെ പോയിട്ടെന്തേ? നല്ല വിശേഷം. ആണോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറ. അവിടെയുള്ള ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. Congrats പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റോ എന്തെങ്കിലുമൊക്കെ തന്നോ ആരെങ്കിലും? ചോക്ലേറ്റ്സ് ഒക്കെ ഇല്ലേ? ആരും തന്നില്ലേ? ഫ്ലെക്സ് വെച്ചോ എവിടെയെങ്കിലും? ആ, എവിടെ? അത് വെച്ചോ? എന്റെ നാട്ടില്. ആണോ? അത് ശരി, കൊള്ളാലോ. മൊത്തം ഫ്ലക്സ് അതുകൊണ്ട് എവിടെയാണെന്ന് Star അറിയില്ല. ആണിപ്പോ. ആ ഇതാണ്ടല്ലേ? അതില് കണ്ണടയുണ്ട്. പാറയിൽ LP സ്കൂളിന്റെ വാനമ്പാടി. ദ്വിതിയിലുണ്ട്. അതെ, അടുത്തത്. ആഹാ, കൊള്ളാലോ. എത്രണ്ണത്? ഒത്തിരി ഉണ്ട്.
സുന്ദരി കുട്ടിയായിരിക്കുന്നു. ഇതാണ് അതെ. പറഞ്ഞ കൺഗ്രാറ്റ്സ് എന്ന്. ഇതാണ് ദേ അടുത്തത്. ഫ്രണ്ട്സ് കൂട്ടായ്മ കക്കട്ടിൽ. കക്കട്ടിൽ. സൂപ്പറാണ്. അടിപൊളി അടിപൊളി. അമ്കുട്ടി. വെരി ഗുഡ് വെരി ഗുഡ്. നമ്മുടെ അമ്കുട്ടി. അപ്പൊ പാമരം പളുങ്കുകൊണ്ട് അല്ലേ? ഡീറ്റെയിൽസ് പറയോ? പാടിയത് പി സുശീലാമ്മ, ഉം. മ്യൂസിക് ഡയറക്ടർ ദേവരാജൻ സാർ, ആ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, ഓക്കെ. വർഷം 1970, സിനിമ. സിനിമ ത്രിവേണി. വെരി ഗുഡ്. ആയ് മിടുക്കി. താങ്ക് യു. സൂപ്പറായിട്ട് പാടണേ. അതാണ്. എന്നാ പാടാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പു കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പു കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്കുകൊണ്ട് കണ്ണങ്കുളങ്ങരെ കളഭക്കുളങ്ങരെ കുളിരായ കുളിരെല്ലാം തോണിയിലേറ്റി കണ്ണങ്കുളങ്ങരെ കളഭക്കുളങ്ങരെ കുളിരായ കുളിരെല്ലാം തോണിയിലേറ്റി കളമുണ്ടും തോളിലിട്ട് കനവെല്ലാം കണ്ണിലിട്ട് കാത്തിരുന്ന കണ്ണനെ കൂട്ടി നിർത്തി കളമുണ്ടും തോളിലിട്ട് കനവെല്ലാം കണ്ണിലിട്ട് കാത്തിരുന്ന കണ്ണനെ കൂട്ടി നിർത്തി വാ ഇതിലേ വാ തോണി ഇതിലേ വാ പാ പാ പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്കുകൊണ്ട് ഏഴാം കടൽ കരേ യക്ഷിക്കടൽ കരേ ഇളനീരും പനിനീരും കൊണ്ടിറക്കി ഏഴാം കടൽ കരേ യക്ഷിക്കടൽ കരേ ഇളനീരും പനിനീരും കൊണ്ടിറക്കി ആണിമുത്തും മുങ്ങിവാരി മണിമുത്തും മുങ്ങിവാരി മാലയിട്ട കണ്ണനെ മടിയിലിരുത്തി ആണിമുത്തും മുങ്ങിവാരി മണിമുത്തും മുങ്ങിവാരി മാലയിട്ട കണ്ണനെ മടിയിലിരുത്തി വാ ഇതിലേ വാ തോണി ഇതിലേ വാ പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പുകൊണ്ട് ദ്യുതിക്കുട്ടി, ഞാൻ ദ്യുതിക്കുട്ടിയുടെ കണ്ണട മിസ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് കണ്ണട വേണം ദ്യുതിക്കുട്ടിക്ക് കാണാൻ വേണ്ടിട്ട്. ക്യാപ്റ്റൻ ആ പല്ലവി പഠിച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. ആ. ആ സംഗതികള് വെറുതെ ഒന്ന് പഠിക്കേ. പാമരം പളുങ്കുകൊണ്ട് ആ കൃത്യം. അതെ. അടുത്തത് അടുത്തത് പന്നകം കരിമ്പുകൊണ്ട്
ഡിഫൈൻഡ് ആണ്. അതെ. അടുത്തത് പിന്നെ പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് ആഹാ സൂപ്പർ. ആ കിടിലൻ. ബാക്കി പാമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പു കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട്. അത് ആ പൊന്ന് കൊണ്ട് എന്നുള്ളത് ഇപ്പൊ ദേവരായ മാസ്റ്റർ കേട്ടിരുന്നെങ്കിൽ എന്തോരം ഇഷ്ടപ്പെട്ടു പോയാൽ. അതെ 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 അല്ലേ? അത് കൃത്യമായിട്ടാണ് പഠിച്ചിരിക്കുന്നത്, കൃത്യമായിട്ടാണ് പാടുന്നത്. അതുകൊണ്ടാണ് ഇത് ദ്യുതി 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 ദ്യുതി. അതെ ദ്യുതി എന്ന് പേര് വന്നത്. ആ അല്ലേ? അധികമൊന്നുമില്ല. ആകെ ആകെ മറ്റേ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴാണ് ശരിക്കും വിശദമായിട്ട് സംസാരിക്കുന്നത്. അല്ല, അതിനിടക്ക് പാടുമ്പോ ഭയങ്കര രസമാണ്. മൈക്കിന്റെ വെയിറ്റ് കൂടുതലായോണ്ട് ആദ്യം വലത്തേക്കായി പിടിക്കും, ഇടയിലൊന്ന് മാറ്റി പിടിക്കും അവള്, പിന്നെ ഇടത്തെ കയ്യിലായിരിക്കും പിന്നെ മൈക്ക്. വേറൊരു കാര്യം, ചുറ്റും നോക്കും പാടിക്കൊണ്ടിരിക്കുമ്പോ. എന്തൊക്കെ നടക്കുന്നുണ്ട്. അതെ ഇപ്പൊ തന്നെ പുറകിലേക്ക് നോക്കണ്ട്, കണ്ട സൈഡില്. നമ്മൾ പറഞ്ഞാൽ കൂടുതൽ നോക്കുക. ദ്യുതിക്കുട്ടി, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസത്ത് പാടി, നല്ല കോസ്റ്റ്യൂം, നല്ല ചിരി. ഇടയ്ക്ക് ആ ക്യാമറയിലേക്ക് ഒന്ന് നോക്കണേ. അതെ അമ്മേനെ മാത്രം നോക്കി പാടല്ലേ. ബീജിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു. അതെ, ഇങ്ങനെ നോക്കുക. അപ്പൊ മധുചേട്ടനെ നോക്കിയപ്പോ പിന്നെ എന്നെ നോക്കി ക്യാമറയിലേക്ക് നോക്കി പാടണ്ടേ നമുക്ക്? ആ, അപ്പൊ അങ്ങനെ ചെയ്യാം. അടുത്ത പാട്ടിന് നമുക്ക് ക്യാമറ നോക്കി പാടണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓ, അയ്യോ ഇപ്പൊ 4 വാക്കായി കേട്ടോ. താങ്ക് യു. ഇപ്പൊ 4 വാക്കായി. ദ്യുതിക്കുട്ടി ഇപ്പൊ എത്രയിലായി? 3ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ പാമരം പളങ്കു കൊണ്ടെന്നുള്ള പാട്ട് ഇത്ര ഭംഗിയായിട്ട്, നേരത്തെ പറഞ്ഞ പോലെ ഡിഫൈൻഡ് ആയിട്ട് ഓരോ സംഗതികളും പാടിയത്, ഓരോ കാര്യങ്ങളും വിശ്വസിക്കുന്നാവുന്നില്ല. അവളൊന്നും സംഭവിക്കാത്ത പോലെ അവിടെ അതെ, ഇരുന്നിട്ട്. കൊള്ളാട്ടോ, മിടുക്കിയാണേ. ഇത്രയും കുട്ടിക്കാലത്ത് ഇങ്ങനെ ഇത്രയും കറക്റ്റ് ആയിട്ട് പാടുക എന്ന് പറഞ്ഞാല് അതുപോലെ തന്നെ അനുപല്ലവിയും ചരണവും എല്ലാം. എനിക്ക് ആ അനുപല്ലവിയിലെ ഫസ്റ്റ് 2ാമത്തെ ലൈൻ മാത്രമാണ് കുറച്ചൊരു കുളിരെല്ലാം. അതെങ്ങനെയാ? കണ്ണംകുളങ്ങരയാണ് മധുവങ്കള് താമസിക്കുന്നത്. തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങര. ഈ കണ്ണംകുളങ്ങര ഏതാന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഒന്ന് പാടിയേ. ബാക്കി അതെ. ബാക്കിയെല്ലാം എനിക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ദ്യുതിക്കുട്ടിയുടെ പാട്ടും ദ്യുതിക്കുട്ടിയെ. അനുപല്ലവിയുടെ എൻഡിൽ എന്താ സംഭവിച്ചത്? അത് വീണ്ടും പാടാൻ വേണ്ടി പോയി. അത് ലിങ്ക് കഴിയുന്നതിന് മുമ്പ്. അതൊക്കെ പോട്ടെ, അതൊക്കെ നിസ്സാര കാര്യമല്ലേ. സിമ്പിൾ. ദ്യുതിക്കുട്ടിയുടെ പാട്ട് വെച്ച് നോക്കുമ്പോ അതൊക്കെ നിസ്സാര കാര്യമല്ലേ. നമുക്ക് മാർക്കിൽ പോവാം. മീനുകുട്ടാ, എന്തോ ഒരു ചോദ്യം. ഈ പാമരം എന്ന് പറഞ്ഞെന്താ? അയ്യോ, എനിക്ക് പാമരനെ അറിയൂ, പാമരം എന്താന്നറിയില്ല. പാമരം എന്ന് പറയുന്നത് ഈ വള്ളമില്ലേ, വള്ളം. വള്ളത്തിലൊരു തൂണുണ്ടാവും, അതിലാണ് പായ ഇങ്ങനെ വിരിച്ചിട്ട്, ആ തൂണിനാണ് പറയാ പാമരം. തൂണിനെയോ? ആ തൂൺ. ഓ, അത് പളുങ്കു കൊണ്ടെന്നാണ് ഈ പാട്ടില്. അതിൽ മനസ്സിലാവണുണ്ടോ? പന്നകം എന്ന് പറഞ്ഞെന്താ? അതെന്താ? പങ്കായം പോലത്തെ സാധനം വല്ലാണോ? പങ്കായം പോലത്തെ സാധനം. പങ്കായം എന്ന് പറഞ്ഞാൽ പറയും, എന്തിനാ പന്നകം എന്ന് പറയണേ? മറ്റേ വെള്ളം പന്നകം എന്ന് പറയുന്നത് ശരിക്കും വെള്ളം ഒഴുകുന്ന അല്ല, ഈ വള്ളത്തിന്റെ മൂടിയാണ്. വെള്ളത്തിനെ ഇങ്ങനെ മൂടുന്നില്ലേ, പന്നകം. റൂഫ് പോലെ. അതൊക്കെയാണ് കാര്യങ്ങള്. മനസ്സിലാവുന്നുണ്ടോ? 7 വർഷമായിട്ട് ഇവിടെ നിൽക്കല്ലേ. ഈ പാട്ട് എത്ര പ്രാവശ്യം ഇവിടെ പാടി? അപ്പൊ ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞു. ഓക്കെ, ഇനി ദ്യുതിക്കുട്ടിയുടെ മാർക്ക്. ഓക്കെ, റെഡി? അപ്പൊ നമ്മുടെ അംകുട്ടിക്ക്, നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98.75 ഔട്ട് ഓഫ് 100. ഇന്ന് ദ്യുതിക്കുട്ടിക്ക് വേറൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ വില്ലി വൈറ്റ് പ്രസൻസ് പെർഫോമർ ഓഫ് ദ ഡേ നമ്മുടെ ദ്യുതിക്കുട്ടിയാണ്. അപ്പൊ ആര്യ ചേച്ചി, വെൽക്കം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ദ്യുതിക്കുട്ടിക്ക് വില്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. അപ്പൊ
പാട്ടുകാരുടെ കൂട്ടുകാരെ ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ടല്ലോ, പറയട്ടെ? പറയൂ. അതെ, സ്റ്റേറ്റ് സ്കൂൾ ഒളിമ്പിക്സിലെ ഒരു പാട്ട് കമ്പോസ് ചെയ്ത കുറച്ച് ആൾക്കാർ നമ്മൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോ കണ്ടാലോ? തീർച്ചയായിട്ടും. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. അതിന്റെ ട്യൂൺ വരുന്നത് അതായത് പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ഈ രീതി പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാം. നോക്കട്ടെ. പടുത്തുയർത്താം കായിക ലഹരി. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. 3, 4. വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതരാതെ മുന്നോട്ട് ശിരസ്സുയർത്തി പ്രതിജ്ഞ ചെയ്യാം. ഇതാണ് നമ്മുടെ ലഹരി, ഇതാണ് നമ്മുടെ ലഹരി. ആഹാ, കൊള്ളാലോ. അതെ, അപ്പൊ ഈ തീം കോമ്പോസ് ചെയ്ത് നമ്മുടെ കുട്ടി പാട്ടർ ഇവിടെ വന്നിട്ടുണ്ട്. വിളിച്ചാലോ? വിളിക്കൂ. ഓക്കെ, വെൽക്കം. 3, 4. സബാഷ്. വെരി നൈസ്. നല്ല നമ്മൾ പാടിയതല്ല അവിടെ ചെയ്തത്. അല്ല, ക്യാച്ചി ആയിട്ടുള്ള ട്യൂണാണ്, മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം കേട്ടേ ഉള്ളൂ. അതെ അതെ അതെ. ഇവിടെ കിട്ടി. ഞാൻ വരിയും പഠിച്ചു. പടുത്തുയർത്താം കായിക ലഹരി അടിപതറാതെ മുന്നോട്ട്. യെസ്. പിന്നെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അതെ. കേരള മണ്ണിൻ ഹരമായി. 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 അതെ അതെ അതെ. യെസ്. കായിക ലഹരിയാണ് അല്ലെ നമ്മുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ. ഈ കായിക ലഹരി, സംഗീത ലഹരി, ഇതൊക്കെയാണ് നമുക്ക് ലഹരി അല്ലെ, വേറൊന്നും അല്ല അതെ. എന്നുള്ള അർത്ഥം ഉണ്ട് അതിന്. അത് സൂപ്പറാണ്. ശിവങ്കരി, അതെ, നമസ്തേ. ഒത്തിരി സ്നേഹം ഈ Thank you. മ്യൂസിക്കിന്. അതെ അതെ. അത് മനസ്സിൽ നിന്ന് വന്നതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അതെ, എങ്ങനെയാണ് കമ്പോസ് ചെയ്തത്? ഇത് കമ്പോസ് ചെയ്തത് ആദ്യം ഞാനിത് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സ്കൂളിൽ നിന്നാ. അതല്ലാതെ ആദ്യം ഞാൻ ഇതിനൊരു ബീറ്റ് സെറ്റ് ചെയ്തു, വരിക്കൊരു താളം കൊടുക്കാനായിട്ട്. 4/4-ലായിരുന്നു തുടങ്ങിയത്. ആദ്യം ലിറിക്സ് കിട്ടിയോ? അതെ, ആദ്യം എനിക്ക് വരി കിട്ടി. അതിനനുസരിച്ച് 4/4 ഋതത്തിൽ ചെയ്തു. പക്ഷെ പിന്നെ ഒരു ആന്തം ആയതുകൊണ്ട് അതിന് കുറച്ച് പഞ്ച് വേണം. കളിച്ച് ക്ഷീണിച്ച് നിൽക്കുന്ന കുട്ടികൾക്കും അവരുടെ പാരന്റ്സിനും ഓഡിയൻസിനും ഒക്കെ ആ തളർച്ചയിൽ ഒരു എനർജിയിലോട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ഋതം വേണം, ബീറ്റ് വേണം, ട്യൂൺ വേണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നീട് പല ആന്തംസും കേട്ട് നോക്കി, ഫിഫയുടേതും ഒക്കെ. അപ്പൊ അതിന്ന് എനിക്ക് ചാർജായി. അങ്ങനെ ആന്തംസ് കേട്ട അതെ, ആ ഒരു ഇൻസ്പിറേഷൻ വെച്ചിട്ട് ആദ്യം ഒരു ബേസിക് സ്കെൽട്ടൻ ഉണ്ടാക്കി. പിന്നെ അതില് പണിത് വന്നു. പിന്നെ ഇവരുടെ പാട്ടനുസരിച്ച് ഇവരുടെ കൊളാബറേഷൻ ഉണ്ടായിരുന്നു, അതനുസരിച്ച് ഒത്തിരി ആഡ് ചെയ്തു. സൂപ്പർ കൊളാബ. ഈ സിംഗേഴ്സിനെ എങ്ങനെ കണ്ടുപിടിച്ചു? ഇവര് ഞങ്ങളുടെ സ്കൂളിലുള്ളവരും പിന്നെ ഇവര് 3 പേരും മോഡൽ സ്കൂളിലുള്ളവരും. അതെ, മോഡൽ സ്കൂൾ. അത് ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവര് അനീഷ ടീച്ചർ എന്നാ പേര്. ടീച്ചർ നമ്മുടെ കോട്ടൺ ഹിൽ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറിനെ നമ്മുടെ പ്രസാദ് സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് 3 പാടുന്ന കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഏറ്റെടുത്തു. അതെ, വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഒരു സീക്രട്ട് ആണ്. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ജനാലയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ സ്കൂൾ കാണാം. കോട്ടൺ ഹിൽ സ്കൂൾ. ഞാൻ ആ ശ്രീധന്യ ഫ്ലാറ്റിലാണ് താമസിക്കണേ. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മോഡൽ സ്കൂളായി. എന്റെ അച്ഛൻ മോഡൽ സ്കൂളിൽ പഠിച്ച ആളാണ് കേട്ടോ, വളരെ പണ്ട്. അപ്പോൾ 2 തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ള 2 സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രതിഭാധനരായ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമസ്കാരം. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആണ് നിങ്ങളുടെ കേട്ടോ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവങ്കരി മ്യൂസിക് ചെയ്യുന്നു. ഓരോരുത്തർ ഏതൊക്കെ ക്ലാസ്സിലാണ്, പേരൊക്കെ പറയാമോ? ഞാൻ ലയ വില്യം, കോട്ടൺ ഹിൽ സ്കൂളിൽ തന്നെയാണ്. ലയിച്ചു. 9th പഠിക്കുന്നത്. എന്റെ പേര് നവമി ആർ വിഷ്ണു, ഞാനും കോട്ടൺ ഹില്ലാണ് 9th പഠിക്കുന്നത്. വളരെ നവമിയാണ്. ഞാൻ അനഘ, ഞാൻ കോട്ടൺ ഹിൽ സ്കൂളിലാണ് 9ാം ക്ലാസ്സിലാണ്. അനഘ സൗന്ദര്യ ഗായിക. എന്റെ പേര് കീർത്തന എ.പി, ഞാൻ കോട്ടയം സ്കൂളിലാണ് പഠിക്കുന്നത്. 10th പഠിക്കുന്നത്. വെരി ഗുഡ്. എന്റെ പേര് ഹരീഷ്, ഞാൻ +2-ലാണ് പഠിക്കുന്നത്. നമ്മുടെ പാട്ടിലെ ഹരീഷ്. എന്റെ പേര് നന്ദകിഷോർ, ഞാനും +2-ലാണ് പഠിക്കുന്നത്. കിഷോർ നന്ദ. എന്റെ പേര് ആദിത്, ഞാൻ +2-ലാണ് പഠിക്കുന്നത്. ആദിത്.
അതിനെന്തോന്നും പറയാനില്ലേ? അതാണ് ലേറ്റ് ആനാലും ലേറ്റസ്റ്റ് ആണെന്നാണ്. Okay, അതാണ് ആദ്യം. ആദ്യം. അപ്പൊ എല്ലാരും കൂടെ വളരെ ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഒത്തിരി ഇഷ്ടമായി ഞങ്ങൾക്ക് കേട്ടോ. നമുക്ക് Thank you, എല്ലാവർക്കും sir. ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് ഞാനിത് കാണുന്നു. ശരിക്കും അതെ. യു ദ ടോർച്ച് ബെയറേഴ്സ് അല്ലേ, നാളത്തേക്കുള്ള അല്ലേ, അങ്ങനെയുള്ള ടാലൻസിനെ കാണുമ്പോൾ അങ്കിളുടെ കണ്ണിലൊക്കെ പ്രത്യേക തിളക്കം വരും. എന്താ വെച്ചാൽ നാളെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള വലിയ ധൈര്യമാണ്. അത് ഗംഭീരമാണ്. അത് മുന്നോട്ട് പോട്ടെ. ഇതുപോലുള്ള പാട്ടുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവരും ഒരു മനസ്സോടുകൂടി ഒന്നാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. സോ ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. മനസ്സ് നിറഞ്ഞു മക്കളെ. കേറിയാടാ മക്കളെ. ശിവങ്കിരി എത്ര ദിവസം എടുത്തത് കമ്പോസ് ചെയ്യാൻ? ഇത് കമ്പോസ് ചെയ്യാൻ 1.5 ദിവസം എടുത്തു. 1.5 ദിവസം അത്രേ എടുത്തോ? ഉള്ളൂ? ഓ എന്റെ ദൈവമേ, കൊള്ളാലോ. പാടിപ്പിച്ചെടുക്കാൻ പഠിപ്പിച്ചെടുക്കാൻ 1 ദിവസം. ആണോ? അതെ. എന്നിട്ട് സ്റ്റുഡിയോ പോയി റെക്കോർഡൊക്കെ ചെയ്തു അല്ലേ? മിടുക്കന്മാരായിട്ടുള്ള അതെ. മിടുക്കികളായിട്ടുള്ള പാട്ടുകാരാണല്ലോ അല്ലേ? അതെ. അതുകൊണ്ടാണല്ലോ സ്കൂളിൽ നിങ്ങളൊക്കെ അയച്ചത്. ഇവര് തയ്യാറായതും അതെ. മിനിസ്റ്റർ ഷെയർ ചെയ്തു, അത് വൈറലായി അല്ലേ? അതെ. കൊള്ളാം. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു താങ്ക് യു സർ. അപ്പൊ നമുക്ക് കൂട്ടായിട്ടുള്ള ഈ പാട്ടൊന്ന് കേൾക്കാം. കുഞ്ഞുപദത്താൽ ആഞ്ഞു കുതിക്കാം വിജയത്തിൻ കൊടിനാട്ടാം. കുഞ്ഞുപദത്താൽ ആഞ്ഞു കുതിക്കാം വിജയത്തിൻ കൊടിനാട്ടാം. സമത്വ ഭൂവിൻ നെറുകയിൽ മുത്താം. അതിർവരമ്പുകളില്ല ലോകത്തെത്താം. ഒറ്റക്കെട്ടായി മുന്നേറാം. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ചേക്കേറാം പിന്നിൽ ചേക്കേറാം. ചേക്കേറാം പിന്നിൽ ചേക്കേറാം. പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ. പല വർണ്ണങ്ങൾ പല സ്വപ്നങ്ങൾ പാകിയൊരുക്കിയ കളിക്കളത്തിൽ പുതിയ യുഗത്തിൽ പുലർവെട്ടമ്പോൾ സ്നേഹപഥങ്ങളിൽ അതിവേഗം തടസ്സമില്ല ഗതിയതു തീർത്തിട്ടാനന്ദത്തിൻ കൊടുമുടിയേറാം. കൈമാറാം ഉജ്ജ്വലമായൊരു തീപ്പന്തം. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. വൈവിധ്യങ്ങൾ കൂട്ടിയിണക്കിയ മനസ്സുകൾ നീളെ അടിപതറാതെ മുന്നോട്ട്. ശിരസ്സുയർത്തി പ്രതിജ്ഞ ചെയ്യാം. ഇതാണ് നമ്മുടെ ലഹരി. ഇതാണ് നമ്മുടെ ലഹരി. പടുത്തുയർത്താം കായിക ലഹരി കേരള മണ്ണിൻ ഹരമായി. ഇത് എഴുതിയിരിക്കുന്ന ആരാണ്? ഇത് എഴുതിയിരിക്കുന്നത് പാലക്കാട് GHSS പൊറ്റശ്ശേരിയിലെ പ്രഫുൽ ദാസ് വി എന്ന് പറയുന്ന ഒരു ചേട്ടനാ. പ്രഫുൽ. +2 സൂപ്പറാക്കി കേട്ടോ. അതെ അതെ, കലക്കി, അടിപൊളി. അത് ഇതിന്റെ ആരൂട്ടാണ് ആ ലിറിക്സ് എന്ന് പറയുന്നത്. അതെ 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 അത് വളരെ അധികം എന്താണ് ഫോഴ്സ്ഫുൾ ആണ്. ഈ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മളെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഒരു ജാതകം കൂടിയാണ് ആ പാട്ട്. അതെ. അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതെ. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.
അപ്പൊ ജഡ്ജസ്, നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു, നല്ല നല്ല പെർഫോമൻസുകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയും നമ്മൾ അടുത്ത ദിവസം ഇതുപോലെ തന്നെ ഇതിലും മനോഹരമായ ഒരു എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ, ബൈ, സീ യു.